സുരേന്ദ്രൻ, റിട്ടയർഡ് ഫാം സൂപ്രണ്ട്, കേരള കാർഷിക സർവകലാശാല. ഇവിടെ തൃക്കരിപ്പൂരുള്ള ഫാം പോയിൻ്റ് എന്നുള്ള സ്ഥാപനത്തിലൂടെ നമ്മുടെ ഫലവൃക്ഷങ്ങളെയും മറ്റ് വിളകളെയും ഒക്കെ ഏറെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമായിട്ടാണ് തൃക്കരിപ്പൂർ ഫാം പോയിൻ്റ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഫലവൃക്ഷങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ചെറിയൊരു പഴമാണെങ്കിലും ഈ കിളിഞ്ഞാവൽ കിളികൾക്കേറെ ഇഷ്ടമായിട്ടുള്ളൊരു പഴമാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിളികൾക്കൊക്കെ ഒരു കരുതൽ വേണമെന്നുള്ളത് ഒരു ഇതിൽ തന്നെയാണ്. കിളിഞ്ഞാവലും നമ്മളിവിടുന്ന് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അവരുടെ ഏതെങ്കിലും പൊതുവായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വല്ല പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കിളിഞ്ഞാവൽ നട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന കുട്ടികൾക്കത് ഭക്ഷിക്കാം. അതോടൊപ്പം തന്നെ കിളികൾക്ക് ഏറെ കിളികൾ അവിടെ എത്തിച്ചേരുമെന്നുള്ളത്, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു കിളിഞ്ഞാവൽ നട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ അവിടെ യഥേഷ്ടം കിളികൾ വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കിളിഞ്ഞാവൽ ഒരു സ്ഥലത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കായിക വളർച്ച ഏകദേശം നല്ലൊരു കുട പോലെയാണ് വരിക. ആ കുട പോലെ വരുന്ന ഇതിനെ വളരെ ആകർഷകമാവും. ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഈവൺ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഒരു കിളിഞ്ഞാവൽ നട്ട് അതിൻ്റെ ചുവട് ഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളിലാക്കി കഴിഞ്ഞാലും നല്ല ഒരു അലങ്കാരമായിട്ടുള്ള ഒരു ചെടിയായിട്ട് തന്നെ കിളിഞ്ഞാവൽ വളർന്നു വരും. വലിയ തണലല്ലെങ്കിലും പിന്നെ ഒരു തണൽ മരമായിട്ട് നമുക്ക് കിളിഞ്ഞാവലിനെ നമുക്ക് അത്തരം സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പാർക്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കിളിഞ്ഞാവൽ വെച്ച് സംരക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, പ്രധാനമായിട്ടും കിളികളെ ആകർഷിക്കുക. അതേപോലെ തന്നെ പൂക്കുന്ന സമയത്ത് യഥേഷ്ടം പൂമ്പാറ്റകൾ അവിടെ വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോകുമ്പോൾ അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചെടിയാണ് കിളിഞ്ഞാവൽ എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇതിൻ്റെ നടീൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതേപോലെ ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് നമുക്ക് 1 മീറ്റർ ആഴമുള്ള കുഴിയെടുക്കുക, അതിനകത്തേക്ക് നല്ല ജൈവവളങ്ങളും അതേപോലെ തന്നെ ഏറ്റവും മേൽമണ്ണും ചേർത്ത് കുഴി നിറച്ച് ആ കുഴിയുടെ നടുവിൽ നിന്നും ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത്, പ്ലാസ്റ്റിക്കിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ആ കുഴിക്കകത്തേക്ക് ഇറക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെ ഇത് പരിപാലിക്കണം.